തട്ടം വീട്ടിൽ പിന്നെ തട്ടം വിടുന്ന സ്കൂളുകളുണ്ടല്ലോ അവിടെ വിട്ടാൽ പോരെന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത്. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്നെ മാറ്റിക്കുക സാധാരണക്കാരോട് നീ ചോദിച്ചു, ഈ ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ എത്ര മുസ്ലിം കുട്ടികൾ പഠിപ്പിക്കുന്നുണ്ട്, എത്ര TC പോയിട്ടുണ്ട്? പോയിട്ടില്ലല്ലോ. അപ്പോൾ ആ പറയുന്നതിലൊന്നും കാര്യമൊന്നുമില്ല. അത് അവരുടെ ഒരു പ്രസൻസ് ഞങ്ങൾ മരിച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ചെയ്യുന്നു. അത് പെട്ടെന്നൊരു വിഷയം വന്ന സമയത്ത് അത് ന്യൂസ് ആവുന്നു. സർക്കാർ ചിലപ്പോൾ പെട്ടെന്ന് അപ്പോൾ അത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അത്രയൊക്കെ അതുള്ളൂ. ഇത് ഇവന്മാരുടെ ഭീഷണി മേടിച്ചിട്ട് സർക്കാർ പ്രോഗ്രാമുകളൊന്നും മാറ്റാൻ പോകുന്നില്ല. അല്ല, ഈ സംഭവങ്ങൾ BJPക്ക് ഒരു വഴിയൊരുക്കും. നിങ്ങൾ ന്യൂസ് ഉണ്ടാക്കുമ്പോൾ BJP ഗുണം ചെയ്യും. കാരണം വെച്ചാൽ ഇങ്ങനെ ഈ SDP സംഭവിക്കുമ്പോഴല്ലേ ന്യൂസായി. അതന്നെ നിങ്ങൾ ന്യൂസ് വഴിയാണ്. നിങ്ങൾ ഇതൊക്കെ ശരി ചില ന്യൂസുകൾ അവഗണിച്ച് കളയണം. അവഗണിച്ച് കളഞ്ഞാൽ ഇവർക്ക് അത് ഗുണം ചെയ്യില്ല. ഇവർ ന്യൂസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. എന്നോട് പ്രമുഖ ചാനലിൻ്റെ അസോസിയേറ്റ് പറയുന്ന കാര്യമുണ്ട്. ഇവ മുസ്ലിം തീവ്രവാദികളൊക്കെ അവരുടെ ഓഫീസിൽ ഇങ്ങനെ കയറി ഇറങ്ങുന്നു. അവരെ ചർച്ചയ്ക്ക് വിളിക്കാൻ വേണ്ടിയിട്ട്. അവർ വിളിക്കല്ലോ, അവർക്ക് പ്രസൻസ് വേണം. അതിന് വേണ്ടിയിട്ടാണ് അവരിതൊക്കെ പൊട്ടിക്കുന്നത്. അപ്പം അത് ഈ ലൗഡായിട്ട് സംസാരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുമെന്നുള്ള ഒരു ചന്തയിലെ പിന്നെ ഒരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ നമ്മൾ പോയി ചാടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ന്യൂസ് എടുക്കുമ്പോഴാണ് വലിയ വിഷയമാണ്. ന്യൂസ് എടുക്കുന്നതിന് BJP ഒരു 5-6 വർഷമായി കേരള സമൂഹം പരിശോധിച്ചാൽ അങ്ങനെ ഒരു തോന്നലുണ്ടോ? ഇപ്പോൾ ഹൈന്ദവർക്കും അതോടൊപ്പം തന്നെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് തങ്ങൾക്ക് മേൽ ഒരു സ്വാധീനം മറ്റ് ഒരു സമുദായം ചെലുത്തുന്നു എന്നൊരു തോന്നലുണ്ടോ? അങ്ങനെ തോന്നല് മീഡിയ ഉണ്ടാക്കി. അങ്ങനെ ശരിക്കും അങ്ങനെ തോന്നുന്നില്ല. അങ്ങനെ മുസ്ലിംസിന്റെ അങ്ങനെ ഒരു തോന്നൽ ഉള്ളത് കൊണ്ടാണ് BJPയുമായി. അല്ലാതെ നിങ്ങളെ മീഡിയ ഉണ്ടാക്കിയെടുത്തൊരു സാധനമാണ്. അങ്ങനെ ഒരു വലിയൊരു സ്വാധീനമൊന്നും മുസ്ലിം കമ്മ്യൂണിറ്റി ചെലുത്തുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.